ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള ആ ചെറിയ വാടക വീട്ടിൽ രാവിലെ 5 മണിക്ക് തന്നെ വെളിച്ചം തെളിഞ്ഞിരുന്നു. ചുമരുകളിൽ ഈർപ്പത്തിന്റെ പാടുകളുള്ള പെയിന്റ് ഇളകി തുടങ്ങിയ ആ ചെറിയ മുറിയിൽ തുരുമ്പെടുത്ത പഴയ ഫാനിന്റെ കറകറ ശബ്ദം മാത്രം കേൾക്കാം. ആ കഠിനമായ തണുപ്പിലും ആ മുറിയുടെ ഒരു മൂലയിൽ ഒരു ചെറിയ മേശപ്പുറത്ത് അനന്യ തന്റെ ഒരേ ഒരു ഫോമൽ സ്യൂട്ട് വളരെ ശ്രദ്ധയോടെ ഇസ്തിരിയിടുകയായിരുന്നു. ആ കോട്ടൺ തുണിയുടെ നിറം ചിലയിടങ്ങളിൽ കഴുകി മങ്ങിത്തുടങ്ങിയിരുന്നു. കോളറിന്റെ അരികുകളിൽ അല്പം ഇഴകൾ പോയിരുന്നു. എങ്കിലും ഇന്ന് ആ വസ്ത്രത്തിനാണ് അവളുടെ ജീവിതത്തിന്റെ വിധി നിർണയിക്കാനുള്ള ശക്തിയുള്ളത്. അനന്യ 24 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഉയർന്ന മാർക്കോടെയും 1ാം റാങ്കോടെയും MBA പൂർത്തിയാക്കിയ മിടുക്കി. സ്കൂൾ കാലം തൊട്ടേ പഠനത്തിൽ എന്നും മുൻപന്തിയിലായിരുന്ന അവൾക്ക് സ്വപ്നങ്ങൾക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. നഗരത്തിലെ വലിയൊരു കോർപ്പറേറ്റ് കെട്ടിടത്തിന്റെ ഉയർന്ന നിലയിലിരുന്ന് ജോലി ചെയ്യണം, സ്വന്തം കഴിവ് ലോകത്തിനു മുൻപിൽ തെളിയിക്കണം, തന്നെ പട്ടിണി സഹിച്ചും പഠിപ്പിച്ച മാതാപിതാക്കളെ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കണം. ഇതൊക്കെയായിരുന്നു അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം എന്നും അവൾക്ക് മുന്നിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ മാത്രമാണ് നീട്ടിയിരുന്നത്. അടുക്കളയിൽ നിന്ന് കരി പിടിച്ച വിറകടുപ്പിൽ തിളയ്ക്കുന്ന ചായയുടെ മണം വരുന്നുണ്ടായിരുന്നു. സുനിത അടുപ്പിൽ ചായ തിളപ്പിക്കുന്ന തിളക്കിലാണ്. കഴിഞ്ഞ 2 വർഷമായി ആ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തളരാത്ത മനസ്സോടെ ചുമക്കുന്നത് ആ പാവം സ്ത്രീയാണ്. അനന്യയുടെ അച്ഛൻ രാജേഷ് ശർമ്മ ഒരു വൻകിട ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ സൂപ്പർവൈസറായിരുന്നു. വളരെ സത്യസന്ധനും അധ്വാനിയുമായ ഒരു മനുഷ്യൻ. ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് തികഞ്ഞ ആത്മാർത്ഥത കാണിച്ചിരുന്ന വ്യക്തി. എന്നാൽ 2 വർഷം മുൻപ് സാമ്പത്തിക പ്രതിസന്ധിയും മാനേജ്മെന്റിന്റെ അനാസ്ഥയും കാരണം ആ ഫാക്ടറി അപ്രതീക്ഷിതമായി അടച്ചുപൂട്ടി. 100 കണക്കിന് തൊഴിലാളികൾക്കൊപ്പം രാജേഷിനും ഒറ്റ രാത്രി കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. വർഷങ്ങളോളം വിയർപ്പൊഴുക്കിയ സ്ഥാപനം വാതിലടച്ചപ്പോൾ ഉണ്ടായ ആ മാനസിക ആഘാതം താങ്ങാൻ അദ്ദേഹത്തിനായില്ല. കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യം കൊണ്ട് കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുന്നതിനിടയിൽ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തേടി മറ്റൊരു ദുരന്തവുമെത്തി. കഠിനമായ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ശരീരത്തിന്റെ വലതുവശം പൂർണ്ണമായി തളർന്നുപോയി. സംസാരിക്കാനുള്ള ശേഷി പോലും പകുതിയോളം നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യം എത്രയും നഗരത്തിലെ വലിയ ആശുപത്രികളിൽ മരുന്നിനും ചികിത്സയ്ക്കുമായി തീർന്നു. ഇന്ന് 4 ചുമരുകൾക്കുള്ളിൽ ഒരു വീൽചെയറിലാണ് അദ്ദേഹത്തിന്റെ ലോകം. മാസത്തിൽ വേണ്ടിവരുന്ന വലിയ തുകയുടെ മരുന്നുകൾ, സമയത്തിനു കൊടുക്കേണ്ട വീട്ടുവാടക, ദിവസേനയുള്ള ചെലവുകൾ, ഇതെല്ലാം സുനിത അയൽപക്കങ്ങളിൽ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തു കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. അനന്യ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ തയ്യാറെടുപ്പുകൾ ഒന്നുകൂടി പരിശോധിച്ചു. കണ്ണാടിയിൽ കണ്ട സ്വന്തം രൂപത്തിലേക്ക് അവൾ നോക്കി. മുഖത്ത് പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും തളർച്ചയുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ തളരാത്ത ഒരു പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖവും വേഗത്തിൽ വളരുന്നതുമായ ടെക് ഭീമനായ മൽഹോത്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നടത്തുന്ന വൻകിട ഇന്റർവ്യൂ ആണ്. ആ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഒരു ജോലി കിട്ടിയാൽ അവളുടെ വീട്ടിലെ പട്ടിണിയും പ്രയാസങ്ങളും അവസാനിക്കും. അച്ഛന് നല്ല ചികിത്സ നൽകാൻ കഴിയും. മോളെ, ചായ കുടിക്കൂ. സുനിത ഒരു ഗ്ലാസ് ചൂട് ചായയുമായി മുറിയിലേക്ക് വന്നു. ആ കൈകൾ ജോലി ചെയ്ത് തണർത്തുപോയിരുന്നു. അനന്യ ചായക്കപ്പ് വാങ്ങി ഒരു സിപ്പ് കുടിച്ചു. എന്നിട്ട് അമ്മയുടെ കൈകളിൽ തൊട്ടു. അമ്മേ, ഇന്നത്തെ ഇന്റർവ്യൂ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കേണ്ട വരില്ല. അച്ഛന്റെ മരുന്നുകൾ ഇനി മുടങ്ങില്ല. അമ്മയ്ക്കിനി രാത്രി മുഴുവൻ തുന്നൽ മെഷീനിൽ ഇരുന്ന് കണ്ണുകേട് വരുത്തേണ്ടിയും വരില്ല. ദൈവം നിന്റെ കഷ്ടപ്പാട് കാണാതിരിക്കില്ല മോളെ. രാത്രികളിൽ ഉറക്കമിളച്ച് നീ പഠിച്ച പഠിപ്പും ഈ കണ്ണീരും വെറുതെയാവില്ല. ഈ തവണ തീർച്ചയായും നല്ലത് സംഭവിക്കും. ഈ സമയം വീൽചെയറിന്റെ ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേട്ടു. രാജേഷ് ശർമ്മ മുറിയിലേക്ക് തള്ളി വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൈ അനിയന്ത്രിതമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വാ ഒരു വശത്തേക്ക് കോടിപ്പോകുന്നുണ്ടായിരുന്നു. അനന്യ, രാജേഷ് ശർമ്മ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. അനന്യ വേഗം ഓടിച്ചെന്ന അച്ഛന്റെ വീൽചെയറിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന വലതു കൈ തന്റെ 2 കൈകൾക്കുമുള്ളിലാക്കി അമർത്തിപ്പിടിച്ചു. അച്ഛാ, ഇന്ന് അച്ഛൻ വിഷമിക്കേണ്ട. എനിക്ക് ഈ ജോലി ഉറപ്പായും കിട്ടും. ഞാൻ ഏറ്റവും നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്. ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം കൊണ്ട് ഞാൻ അച്ഛനെ നഗരത്തിലെ ഏറ്റവും നല്ല ന്യൂറോ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. ഫിസിയോതെറാപ്പി വീണ്ടും തുടങ്ങും. പഴയതുപോലെ അച്ഛന് നടക്കാൻ കഴിയും, ഉറപ്പ്.
രാജേഷ് ശർമ്മയുടെ നിറം കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ താഴേക്ക് വീണു. അദ്ദേഹം തന്റെ ഇടത് കൈകൊണ്ട് അവളുടെ തലയിൽ പതുക്കെ തലോടി. കഷ്ടപ്പെട്ട് വാക്ക് കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറഞ്ഞു, മോളെ, ജോലി കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും നമ്മുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. എന്നാൽ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം, നമ്മൾ എത്ര വലിയ കഷ്ടപ്പാടിലൂടെ കടന്നുപോയാലും, എത്ര വലിയ ദാരിദ്ര്യം വന്നാലും, നിന്റെ സത്യസന്ധതയും ആത്മാഭിമാനവും നീ പണയം വെക്കരുത്. നമ്മൾ പണമില്ലാത്തവരായിരിക്കാം, പക്ഷേ നമ്മുടെ സ്വഭാവം വജ്രം പോലെ തിളങ്ങുന്നതായിരിക്കണം. സ്വാഭിമാനം വിറ്റുകിട്ടുന്ന ഒരു സന്തോഷവും നമ്മളിൽ നിലനിൽക്കില്ല. തലയുയർത്തി മാത്രം നിൽക്കുക. ഇത് നിങ്ങളുടെ മകളുടെ വാക്കാണച്ഛാ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ തല താഴ്ത്തിക്കില്ല. എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അനന്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സമയം രാവിലെ 8:30. അനന്യ അച്ഛന്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്നിറങ്ങി. കയ്യിൽ അവളുടെ MBA സർട്ടിഫിക്കറ്റുകളും പ്രോജക്റ്റ് റിപ്പോർട്ടുകളും അടങ്ങിയ പഴയൊരു പ്ലാസ്റ്റിക് ഫയലും തോളിൽ അല്പം നിറം മങ്ങിയ ബാഗുമുണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ കഴിഞ്ഞകാല ഓർമ്മകളായിരുന്നു. ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിനു ശേഷം എത്രയോ ഇന്റർവ്യൂകളിൽ അവൾ പങ്കെടുത്തു. ഓരോ തവണയും അവളുടെ കഴിവിനെയോ മാർക്കിനെയോക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് അവളുടെ വസ്ത്രധാരണത്തെയും സാമ്പത്തിക പശ്ചാത്തലത്തെയുമായിരുന്നു. മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ബ്രാൻഡഡ് വസ്ത്രങ്ങളും വലിയ ആപ്പിൾ ലാപ്ടോപ്പുകളും ഇല്ലാത്തതിന്റെ പേരിൽ പല കോർപ്പറേറ്റ് ഓഫീസുകളിലും അവൾക്ക് അവഗണന മാത്രം ലഭിച്ചു. ചിലയിടങ്ങളിൽ ഇംഗ്ലീഷ് ഉച്ചാരണത്തിന്റെ പേരിൽ കളിയാക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനി ആയതുകൊണ്ട് കേവലം ബാഹ്യരൂപത്തിന് പ്രാധാന്യം നൽകാതെ തന്നിലെ കഴിവ് അവർ കാണുമെന്ന് അവൾ പ്രത്യാശിച്ചു. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പ്രശസ്തമായ ബിസിനസ് പാർക്കിലാണ് മൽഹോത്ര ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ബസിലെ തിരക്കിൽ ശ്വാസം മുട്ടി യാത്ര ചെയ്ത് അവൾ ആ കൂറ്റൻ ഗ്ലാസ് കെട്ടിടത്തിന് മുന്നിലെത്തിച്ചേർന്നു. മൽഹോത്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് വലിയ വെള്ളി അക്ഷരങ്ങളിൽ മിന്നിത്തിളങ്ങിയായിരുന്നു നിൽക്കുന്നത്. 50 നിലകളുള്ള ആ ആകാശം മുട്ടുന്ന കെട്ടിടം കണ്ടപ്പോൾ ഒരു നിമിഷം അനന്യ അത്ഭുതത്തോടെ അമ്പരന്നുപോയി. കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ വലിയൊരു തണുപ്പ് അവളെ പുഴഞ്ഞു. മാർബിൾ വിരിച്ച തിളങ്ങുന്ന തരകൾ, വലിയ സ്ഫടിക വിളക്കുകൾ, വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക അലങ്കാരങ്ങൾ, ആ അന്തരീക്ഷം തന്നെ തികച്ചും വ്യത്യസ്തമായിരുന്നു. റിസപ്ഷൻ ഏരിയയിൽ 30ഓളം ഉദ്യോഗാർത്ഥികൾ ഇരിപ്പുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും നഗരത്തിലെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവരേവരും അത്യാധുനിക രീതിയിലുള്ള ബ്രാൻഡഡ് സൂട്ടുകളും ഡിസൈനർ വസ്ത്രങ്ങളുമാണ് ധരിച്ചിരുന്നത്. ചിലർ കയ്യിലെ ഐപാഡിലും വില കൂടിയ ലാപ്ടോപ്പിലും എന്തൊക്കെയോ തിരയുകയാണ്. മറ്റു ചിലർ വിദേശ ഭാഷാ ശൈലിയിലുള്ള ഇംഗ്ലീഷിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അവരുടെ നടുവിൽ സാധാരണ സൽവാർ കമീസും പഴയ ഫയലും പിടിച്ചിരുന്ന അനന്യ തികച്ചും വേറിട്ട് നിന്നു. അവരിൽ പലരുടെയും അപഹാസ്യകരമായ നോട്ടങ്ങൾ അവളിലേക്ക് നീണ്ടു. അടുത്തിരുന്ന ഒരു പെൺകുട്ടി അനന്യയെ തലമുടി തൊട്ട് കാൽപാദം വരെ കളിയാക്കുന്ന രീതിയിൽ നോക്കി. ഫസ്റ്റ് ടൈം ആണോ ഇന്റർവ്യൂവിന്? ആ പെൺകുട്ടി ചോദിച്ചു. അതെ, അനന്യ ചെറുപുഞ്ചിരിയുടെ മറുപടി പറഞ്ഞു. കേട്ടെടുത്തോളം ഇന്നത്തെ ഇന്റർവ്യൂ നേരിട്ട് നടത്തുന്നത് കമ്പനിയുടെ CEO ആര്യവീർ മൽഹോത്രയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പുള്ളി. പെർഫെക്ഷൻ വേണം. ലുക്കും പ്രസന്റേഷനും ഇല്ലെങ്കിൽ ആ നിമിഷം ഇറക്കിവിടും. നോക്കട്ടെ, നിന്റെ കാര്യം എന്താകുമെന്ന് കാണാം. ആ പെൺകുട്ടി അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു. അനന്യ ഒന്നും മിണ്ടിയില്ല. അവൾ തോളിലെ ബാഗ് മടിയിൽ വെച്ച് മനസ്സിൽ ദൈവത്തെ ധ്യാനിച്ചു. ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടത് യഥാർത്ഥ അറിവും അധ്വാനവുമാണ്, അല്ലാതെ പുറമേയുള്ള വസ്ത്രത്തിന്റെ വിലയല്ല എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. പെട്ടെന്നാണ് റിസപ്ഷൻ ഏരിയയിൽ വലിയൊരു ചലനമുണ്ടായത്. സുരക്ഷാ ജീവനക്കാരും റിസപ്ഷനിസ്റ്റും പെട്ടെന്ന് എഴുന്നേറ്റ് നിവർന്നു നിന്നു. പുറത്ത് ഒരു കറുത്ത ആഡംബര കാർ വന്നു നിന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ വേഗത്തിൽ ഓടിച്ചെന്ന് കാറിന്റെ വാതിൽ തുറന്നു. കാറിൽ നിന്ന് 30 വയസ്സ് തോന്നുന്ന ഒരു യുവാവ് പുറത്തേക്കിറങ്ങി. ആര്യവീർ മൽഹോത്ര. അത്യധികം ആകർഷകമായ വ്യക്തിത്വം, എന്നാൽ കടുപ്പമേറിയ മുഖഭാവം. വില കൂടിയ ഇറ്റാലിയൻ റോയൽ ബ്ലൂ സ്യൂട്ട് ധരിച്ച അവൻ കയ്യിലെ ആഡംബര വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ദ്രുതഗതിയിൽ കെട്ടിടത്തിനുള്ളിലേക്ക് നടന്നുവന്നു. അവന്റെ കണ്ണുകളിൽ അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും കനൽ തിളങ്ങിയായിരുന്നു. രാജ്യത്തെ പ്രായം കുറഞ്ഞതും വിജയിച്ചതുമായ CEOമാരിൽ ഒരാളാണവൻ. അവന്റെ ചിന്തയിൽ ബിസിനസ്സും ലാഭവും ടാർഗറ്റുകളും മാത്രമായുള്ളത്. മനുഷ്യബന്ധങ്ങൾക്കോ വികാരങ്ങൾക്കോ സഹതാപത്തിനോ അവന്റെ ജീവിതത്തിൽ ഒട്ടും സ്ഥാനമില്ലായിരുന്നു. കഴിവുള്ളവരെ മാത്രം കൂടെ നിർത്തുക, അല്ലാത്തവരെ തവിടുപൊടിയാക്കുക എന്നതായിരുന്നു അവന്റെ ശൈലി. ആര്യവീർ ഹവളിലിരിക്കുന്ന ആരെയും നോക്കാതെ നേരെ തനിക്ക് അനുവദിച്ച VIP ലിഫ്റ്റിലേക്ക് നടന്നുപോയി. അവന്റെ പിന്നാലെ 2 അസിസ്റ്റന്റുമാർ ഫയലുകളുമായി ഓടുകയായിരുന്നു. റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി ഉദ്യോഗാർത്ഥികളോട് പതുക്കെ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് സാറിന്റെ മൂഡ് അത്ര ശരിയല്ല. ബോർഡ് മീറ്റിംഗിൽ ചില തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇന്റർവ്യൂവിൽ സംസാരിക്കുക.
ഇത് കേട്ടതോടെ അനന്യയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എങ്കിലും അവൾ തന്നിലുള്ള വിശ്വാസം കൈവിട്ടില്ല. തന്റെ കഴിവും അധ്വാനവും തനിക്ക് തുണയാകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വരാനിരിക്കുന്ന നിമിഷങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനത്തിന്റെയും വഴിതിരിവിന്റേതുമാണെന്ന് അവൾ ആ നിമിഷത്തിൽ അറിഞ്ഞിരുന്നില്ല. ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞതോടെ മൽഹോത്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ 50-ാം നിലയിലെ ഗ്ലാസ് കോൺഫറൻസ് ഹാളിനു പുറത്തുള്ള അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി. എയർ കണ്ടീഷണറിന്റെ തണുപ്പ് വലിഞ്ഞു നിൽക്കുന്ന ആ വിശാലമായ വെയിറ്റിംഗ് ലോഞ്ചിൽ ഓരോ മിനിറ്റിലും പിരിമുറുക്കം വളരുകയായിരുന്നു. ഇന്റർവ്യൂ റൂമിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും മിനിറ്റുകൾക്കകം വാടിയ മുഖത്തോടെ നിരാശരായി പുറത്തേക്കിറങ്ങി വന്നു. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നും വിദേശ ബിസിനസ് പൂളുകളിൽ നിന്നും വന്നിറങ്ങിയ ഉയർന്ന ബിരുദധാരികൾ പോലും ആര്യവീർ മൽഹോത്രയുടെ ചോദ്യശരങ്ങൾക്കു മുന്നിൽ തകർന്നു പോകുന്നത് അനന്യ കണ്ടു. ഒരു മനുഷ്യനോട് സംസാരിക്കേണ്ട മിനിമം മര്യാദ പോലും അവിടെയില്ല. പുറത്തേക്ക് വന്ന ഒരു യുവാവ് ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് തന്റെ ടൈ അഴിച്ചുവിട്ടു പറഞ്ഞു. മനുഷ്യന്റെ വ്യക്തിത്വത്തെയാണ് അയാൾ ചോദ്യം ചെയ്യുന്നത്. എന്റെ സർട്ടിഫിക്കറ്റുകൾ നോക്കാൻ പോലും അയാൾ തയ്യാറായില്ല. കമ്പനിയുടെ സ്റ്റാറ്റസിന് ചേരുന്ന വസ്ത്രമല്ല ഞാൻ ധരിച്ചിരിക്കുന്നത് എന്നാണ് അയാളുടെ ആരോപണം. ഇത് കേട്ടപ്പോൾ അനന്യയുടെ കൈകൾ അറിയാതെ സ്വന്തം സൽവാറിലേക്ക് നീണ്ടു. അവളുടെ വസ്ത്രം വൃത്തിയുള്ളതായിരുന്നു എങ്കിലും കോർപ്പറേറ്റ് ലോകം ആഘോഷിക്കുന്ന വില കൂടിയ ഡിസൈനർ ബ്രാൻഡുകളിലൊന്നുമായിരുന്നില്ല അത്. അവളുടെ മനസ്സിലേക്ക് ഭയം ഒരു തണുത്ത പാമ്പുപോലെ ഇഴഞ്ഞുകയറി. എങ്കിലും അച്ഛൻ പഠിപ്പിച്ച ആത്മാഭിമാനം അവളിൽ ഒരു അഗ്നിയായി ജ്വലിച്ചു നിന്നു. നമ്മുടെ കഴിവിലാണ് കാര്യം, വസ്ത്രത്തിലല്ല, അവൾ മനസ്സിനെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിച്ചു. പെട്ടെന്ന് സീലിംഗിൽ ഉറപ്പിച്ചിരുന്ന ഹൈടെക് സ്പീക്കറിലൂടെ ആ നോട്ടീസ് കേട്ടു. നെക്സ്റ്റ് കാൻഡിഡേറ്റ് നമ്പർ 14, മിസ് അനന്യ ശർമ്മ. ആ ശബ്ദം കേട്ടതും അനന്യയുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. അവൾ ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തെ ധ്യാനിച്ചു. അച്ഛന്റെ വിറയ്ക്കുന്ന മുഖമോർത്തു. കയ്യിലെ പഴയ ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ എഴുന്നേറ്റു. HR എക്സിക്യൂട്ടീവ് തുറന്നുകൊടുത്ത വലിയ തേക്ക് തടിയുടെ വാതിലിലൂടെ അവൾ ഉള്ളിലേക്ക് കടന്നു. അകത്ത് വലിയൊരു കോൺഫറൻസ് മുറിയായിരുന്നു. ഒരറ്റത്ത് നീളമുള്ള കറുപ്പും വെളുപ്പും കലർന്ന വിദേശ മാർബിൾ ടേബിൾ. അതിനു നടുവിലായി ആര്യവീർ മൽഹോത്രയിരിക്കുന്നു. അവന്റെ ഇടതും വലതും വശങ്ങളിലായി മുതിർന്ന 2 HR ഡയറക്ടർമാരും ടെക്നിക്കൽ ഹെഡും ഇരിപ്പുണ്ട്. മുറിയിൽ തികഞ്ഞ നിശബ്ദതയായിരുന്നു. അനന്യ പതുക്കെ നടന്ന് മേശയ്ക്കടുത്തെത്തി. ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് എവ്രിവൺ. വളരെ വ്യക്തവും എന്നാൽ വിനീതവുമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ആര്യവീർ തന്റെ മുന്നിലിരുന്ന ആപ്പിൾ ഐപാഡിൽ എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയില്ല. സിറ്റ് ഡൗൺ. വളരെ തണുപ്പൻ മട്ടിലുള്ള ആജ്ഞാപൂർവമായ ഉത്തരവ്. അനന്യ പതുക്കെ കസേരയിലിരുന്നു. കയ്യിലിരുന്ന പ്ലാസ്റ്റിക് ഫയൽ സാവധാനം മേശപ്പുറത്തേക്ക് നീക്കിവെച്ചു. സർ, ഇതെന്റെ പ്രൊഫൈലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോജക്ട് റിപ്പോർട്ടുകളുമാണ്. ആര്യവീർ പതിയെ തന്റെ കയ്യിലിരുന്ന ആപ്പിൾ പെൻസിൽ മേശപ്പുറത്തേക്ക് വെച്ചു. അവൻ കസേരയിൽ പുറകോട്ട് ചാരിയിരുന്ന് 2 കൈവിരലുകളും കോർത്തുപിടിച്ചു. അവന്റെ തീക്ഷ്ണമായ കണ്ണുകൾ ആദ്യമായി അനന്യയുടെ നേരെ നീണ്ടു. തലമുടി മുതൽ താഴെ വെച്ചിരിക്കുന്ന നിറം മങ്ങിയ ബാഗിലേക്കും അവളുടെ പഴയ ചെരുപ്പിലേക്കും ആ ദൃഷ്ടി നീണ്ടു. അവന്റെ ചുണ്ടുകളിൽ തികച്ചും അപഹാസ്യമായ ഒരു ചിരി വിരിഞ്ഞു. അനന്യ ശർമ്മ. അവൻ അവളുടെ പേര് പതുക്കെ ഉച്ചരിച്ചു. റെസ്യൂമെയിൽ വളരെ ആകർഷകമായ മാർക്കുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഐ എം വണ്ടറിംഗ്, നിങ്ങളെപ്പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ മൽഹോത്ര ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് മാച്ചാകുന്നത്? അനന്യ ഒന്ന് പതറിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു. സർ, അക്കാഡമിക് പ്രകടനത്തിലും പ്രായോഗികമായ ബിസിനസ് സ്ട്രാറ്റജി നിർമ്മാണത്തിലും എനിക്ക് മികച്ച പരിചയമുണ്ട്. എന്റെ ക്വാളിഫിക്കേഷനും കഴിവുമാണ് ഈ കമ്പനിക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആര്യവീർ ഒരു നിമിഷം ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ നിറഞ്ഞു നിന്നത് ശുദ്ധമായ അഹങ്കാരമായിരുന്നു. മുറിയിലുണ്ടായിരുന്ന മറ്റു 2 ഡയറക്ടർമാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മിസ് ശർമ്മ? ആര്യവീർ മുന്നോട്ടാഞ്ഞ് ഒരിത്തിരി കടുപ്പത്തിൽ പറഞ്ഞു. ഒരു വലിയ കമ്പനിയെ പ്രതിനിധീകരിക്കുമ്പോൾ അറിവ് മാത്രം പോരാ, ഒരു ലുക്ക് വേണം, ക്ലാസ് വേണം, ബിസിനസ് എൻവയോൺമെന്റിന് ചേരുന്ന പ്രസന്റേഷൻ വേണം. നമ്മുടെ ക്ലയന്റുകൾ വരുന്നത് ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നുമാണ്. അവരുടെ മുന്നിൽ നിങ്ങളെപ്പോലെ വളരെ സാധാരണമായ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തിയാൽ നമ്മുടെ ബ്രാൻഡ് ഇമേജ് എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അനന്യയുടെ കവിളുകൾ അപമാനം കൊണ്ട് ചുവന്നു. എങ്കിലും അവൾ വിനയത്തോടെ പറഞ്ഞു. സർ,
പ്രസന്റേഷനും വസ്ത്രധാരണവും സമയത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിജ്ഞാനവും വിശ്വസ്തതയും ഒരു സ്ഥാപനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയും ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് പഠിച്ചെടുക്കാൻ കഴിയില്ല. നിർത്തൂ, ആര്യവീർ അല്പം ഉച്ചത്തിൽ പറഞ്ഞു. എന്നെ ക്ലാസ് പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല നിങ്ങൾ. നിങ്ങളുടെ സ്യൂട്ട് കണ്ടാൽ അറിയാം ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന്. ഒരു മാന്യമായ ബ്രാൻഡഡ് വസ്ത്രം വാങ്ങാൻ ശേഷിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ദശകോടികളുടെ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത്? യു ഡോണ്ട് ഈവൻ ഹാവ് എ പ്രോപ്പർ ലാപ്ടോപ്പ് വിത്ത് യു. HR ഹെഡ് മെല്ലെ ഇടപെടാൻ ശ്രമിച്ചു. സർ, അവരുടെ അക്കാഡമിക് സ്കോർ വളരെ ഉയർന്നതാണ്. ടെക്നിക്കൽ റൗണ്ടിലേക്കൊന്ന് കൊണ്ടുപോയാൽ. ആവശ്യമില്ല. ആര്യവീർ HR ഹെഡിനെ രൂക്ഷമായി നോക്കി. ഒരു ഡിസിഷൻ മേക്കർക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി സെൽഫ് പ്രസന്റേഷനാണ്. അതില്ലാത്തവരെ എനിക്ക് ആവശ്യമില്ല. ഇവിടെ വന്ന് സിമ്പതി കാണിച്ച് ജോലി നേടാമെന്ന് ആരും വിചാരിക്കണ്ട. മൽഹോത്ര ഗ്രൂപ്പ് ഒരു ധർമ്മസ്ഥാപനമല്ല. അനന്യയുടെ ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകഞ്ഞുയർന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. എന്നാൽ ആ കണ്ണുനീർ അവരുടെ മുന്നിൽ വീഴാൻ അവൾ അനുവദിച്ചില്ല. വിറയ്ക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ച് അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഇവിടെ സിമ്പതിക്ക് വേണ്ടി വന്നതല്ല സാർ. ഞാൻ എന്റെ അധ്വാനത്തിന്റെ ഫലമായി നേടിയ ബിരുദവും കൊണ്ട് നിങ്ങളുടെ കമ്പനിയുടെ പരസ്യം കണ്ടിട്ടാണ് വന്നത്. ജോലി വസ്ത്രത്തിനല്ല, കഴിവുള്ള മനുഷ്യർക്കാണ് നൽകേണ്ടതെന്ന് കരുതുന്ന ഒരു നല്ല മാനേജ്മെന്റ് ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് തെറ്റി. ആര്യവീർ ദേഷ്യത്തോടെ എഴുന്നേറ്റു. വാട്ട്? ഹൗ ഡെയർ യു? അതെ സർ. അനന്യ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഭയമില്ലാതെ പറഞ്ഞു. എന്റെ കയ്യിൽ വലിയ ബ്രാൻഡിന്റെ ലാപ്ടോപ്പോ ലക്ഷങ്ങൾ വിലയുള്ള സ്യൂട്ടോ ഇല്ലായിരിക്കാം. പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് തന്ന ഒന്നുണ്ട്. ഒരിക്കലും പണയം വെക്കാത്ത ആത്മാഭിമാനവും ആരെയും വഞ്ചിക്കാത്ത സത്യസന്ധതയും. ഇന്ന് നിങ്ങൾ എന്റെ ഫയൽ തുറന്നുപോലും നോക്കാതെ എന്നെ നിരസിച്ചത് എന്റെ യോഗ്യതയില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം കൊണ്ട് മാത്രമാണ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. ആര്യവീർ ഉറക്കെ ആജ്ഞാപിച്ചു. ഞാൻ പോകുകയാണ് സർ. അനന്യ മേശപ്പുറത്തിരുന്ന തന്റെ ഫയൽ എടുത്തു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, പണവും പദവിയും ഇന്നുണ്ടാകും, നാളെ ഇല്ലാതാകും. എന്നാൽ ഒരു മനുഷ്യന്റെ വില അവന്റെ വസ്ത്രത്തിന്റെ വിലയിലല്ല, അവന്റെ പ്രവൃത്തികളിലാണ്. ഇന്ന് നിങ്ങൾ എന്നെ അപമാനിച്ചിറക്കി വിടുമ്പോൾ എന്നോടൊപ്പം എന്റെ കഴിവിനെ കൂടിയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്. ഒരു ദിവസം നിങ്ങളുടെ ഈ അഹങ്കാരത്തിന് കാലം മറുപടി തരും. അന്ന് നിങ്ങൾ ഈ വാക്കുകൾ ഓർക്കും. ഇത്രയും പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീർ പോലും താഴെ വീഴാതെ തലയുയർത്തിപ്പിടിച്ച് ആ വലിയ കോൺഫറൻസ് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. മുറിയിൽ കനത്ത മൗനം തളം കെട്ടിനിന്നു. HR ഹെഡും മറ്റുദ്യോഗസ്ഥരും ശ്വാസമടക്കി പിടിച്ച് ആര്യവീറിനെ നോക്കി. ആര്യവീർ ദേഷ്യത്തോടെ തന്റെ സീറ്റിലേക്ക് തിരികെയിരുന്നു. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പുകഞ്ഞുയരുന്നുണ്ട്. ഇതുവരെ തന്റെ മുന്നിൽ വന്ന് സംസാരിച്ച ഒരു കാൻഡിഡേറ്റും തന്നോടിങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ ധൈര്യവും ആത്മാഭിമാനവും അവന്റെ അഹങ്കാരത്തിന് വലിയൊരു പ്രഹരമായിരുന്നു ഏൽപ്പിച്ചത്. അടുത്ത കാൻഡിഡേറ്റിനെ വിളിക്കൂ, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവന്റെ മേശപ്പുറത്തിരുന്ന പേഴ്സണൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ പേര് തെളിയാത്ത ഒരു അജ്ഞാത നമ്പർ മിന്നിമറിഞ്ഞു. ആര്യവീർ ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്തു. അവൻ ഫയലിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ 5-ാം സെക്കൻഡിൽ അതേ നമ്പറിൽ നിന്ന് വീണ്ടും റിങ് ചെയ്തു. അവൻ വീണ്ടും കട്ട് ചെയ്തു. 3-ാമതും അതേ കോളർ ഐഡിയിൽ നിന്ന് ഫോൺ വന്നപ്പോൾ അവൻ കലിപ്പോടെ ഫോൺ കയ്യിലെടുത്തു. ഫോൺ സൈലന്റ് ആക്കൂ സർ, HR മാനേജർ പതുക്കെ പറഞ്ഞു. ആര്യവീർ ഫോൺ സൈലന്റ് മോഡിലേക്ക് മാറ്റി മേശപ്പുറത്ത് കമിഴ്ത്തിവെച്ചു. എന്നാൽ അവന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ഒരു അജ്ഞാത ഭയം നിഴലിക്കാൻ തുടങ്ങിയിരുന്നു. താനിപ്പോൾ ഇറക്കിവിട്ട ആ പെൺകുട്ടിയുടെ നിഴൽ പോലെ ഈ ഫോൺ കോൾ തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണെന്ന് അവൻ അപ്പോഴും അറിഞ്ഞില്ല. മൽഹോത്ര ഗ്രൂപ്പ് സ്ഥിതി ചെയ്യുന്ന ബിസിനസ് പാർക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉച്ചവേലിന് കഠിനമായ ചൂടുണ്ടായിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നിയിട്ടും അനന്യ തളരാതെ നടന്നു. 50-ാം നിലയിലെ ആ തണുത്ത മുറിയിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ കനൽ കത്തുന്നത് അവളുടെ മനസ്സിലായിരുന്നു. വഴിയിലൂടെ നടക്കുന്ന മനുഷ്യരും നഗരത്തിലെ വലിയ ആഡംബര വാഹനങ്ങളും അവളുടെ കണ്ണിൽ മങ്ങിത്തുടങ്ങി. റോഡരികിലെ വിജനമായൊരു മരത്തണലിലേക്ക് അവൾ നീങ്ങി നിന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തോളിൽ കിടന്ന പഴയ ബാഗ് തുറന്ന് അവൾ തന്റെ മൊബൈൽ ഫോൺ എടുത്തു. ചാർജ് തീരാറായതിന്റെ അവസാനത്തെ ചുവന്ന വര ഫോൺ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അമ്മയെ വിളിക്കണോ അതോ കരച്ചിലടക്കണോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. പക്ഷേ വീട്ടിൽ വഴി നോക്കിയിരിക്കുന്ന അമ്മയോട് നുണ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ വീട്ടിലേക്ക് വിളിച്ചു. അമ്മേ. ആ ഒരൊറ്റ വിളിയിൽ തന്നെ അവളുടെ സങ്കടം മുഴുവൻ പുറത്തുവന്നു. മറുതലക്കൽ സുനിതയുടെ ഹൃദയം പിടഞ്ഞു. മോളെ, എന്തുപറ്റി? ശബ്ദമെന്താ ഒരുമാതിരി? ഇന്റർവ്യൂ ശരിയായില്ലേ? അനന്യ കണ്ണീരടക്കാൻ പാടുപെട്ടു. ഇല്ല അമ്മേ, അവിടെ എന്നെ ഒരു മനുഷ്യനായി പോലും അവർ പരിഗണിച്ചില്ല.
എന്റെ ബിരുദത്തിനോ മാർക്കുകൾക്കോ അവിടെ ഒരു വിലയുമില്ലായിരുന്നു. എന്റെ ഡ്രസ്സും സാമ്പത്തികാവസ്ഥയും നോക്കിയാണ് അവരെന്നെ അളന്നത്. റെസ്യൂമെ തുറന്നുപോലും നോക്കാതെ എന്നെ അവിടെ നിന്ന് ഇറക്കിവിട്ടു അമ്മേ. ഫോണിലൂടെ സുനിതയുടെ ദീർഘനിശ്വാസം കേട്ടു. ആ അമ്മയുടെ ഉള്ളം തകരുന്ന ശബ്ദമായിരുന്നു അത്. എങ്കിലും തളരാതെ സുനിത പറഞ്ഞു, നീ കരയരുതനന്യ. നിന്നിലില്ലാത്ത എന്തോ ഒന്നാണ് അവർ വസ്ത്രത്തിലൂടെ കാണാൻ ശ്രമിച്ചത്. ഓർക്കുക, നിന്റെ മൂല്യം കുറഞ്ഞുപോയതുകൊണ്ടല്ല അവർ നിന്നെ ഒഴിവാക്കിയത്. നിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാനുള്ള കണ്ണ് അവർക്കില്ലാത്തതുകൊണ്ടാണ്. വാതിലടഞ്ഞെങ്കിൽ പോട്ടെ, മറ്റൊരു വലിയ വഴി ദൈവം തെളിയിക്കും. നീ വിഷമിക്കാതെ തിരികെ വാ. ഫോൺ സംഭാഷണം കഴിയുന്നതിന് മുൻപ് തന്നെ ചാർജ് തീർന്ന് ഫോൺ ഓഫായിപ്പോയി. അതേസമയം അനന്യയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം ആര്യവീറിന്റെ ഫോൺ തുടർച്ചയായി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേശപ്പുറത്ത് കമിഴ്ത്തിവെച്ചിരുന്ന ഫോൺ 5-ാം തവണയും നിർത്താലമില്ലാതെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ദേഷ്യമടക്കാനാവാതെ അവനത് കയ്യിലെടുത്തു. HR മാനേജറുടെ മുന്നിൽ വെച്ച് അവൻ അല്പം രോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഹൂ ഇസ് ദിസ്? അപരിചിതമായ നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സമയമില്ല, ആര്യവീർ കർക്കശമായി പറഞ്ഞു. മറുതലയ്ക്കൽ കേട്ടത് ഒരു വയോധികന്റെ വിറയ്ക്കുന്നതും എന്നാൽ ഗൗരവമുള്ളതുമായ ശബ്ദമായിരുന്നു. ആര്യവീർ, ഞാൻ വിവേക് റാഥോഡാണ്. നിന്റെ അച്ഛൻ ദേവേന്ദ്ര മൽഹോത്രയുടെ പഴയ ലീഗൽ അഡ്വൈസർ രമേശ് റാഥോഡിന്റെ മകൻ. ആര്യവീർ പെട്ടെന്ന് കസേരയിൽ നിവർന്നിരുന്നു. ആ പേര് അവന് പരിചയമുള്ളതായിരുന്നു. വിവേക് ചേട്ടാ, നിങ്ങൾ എന്താണ് ഈ സമയത്ത്? ഞാനൊരു ഇന്റർവ്യൂ പാനലിലാണ്, എനിക്ക് തിരക്കുണ്ട്. നിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ആര്യവീർ. വിവേകിന്റെ ശബ്ദത്തിൽ വലിയൊരു ഭയവും പരിഭ്രാന്തിയും കലർന്നിരുന്നു. നിന്റെ അച്ഛൻ ദേവേന്ദ്ര സാറിനെ ഇപ്പോൾ സിറ്റി സെൻട്രൽ ഹോസ്പിറ്റലിലെ എമർജൻസി ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് മുൻപ് വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് കഠിനമായ നെഞ്ചുവേദനയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. വാട്ട്? ആര്യവീർ ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റു. അവന്റെ മുന്നിലിരുന്ന ഡിസൈനർ വാട്ടർ ബോട്ടിൽ താഴെ വീണുടഞ്ഞു. അച്ഛൻ എന്തുപറ്റി? ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം. നിൽക്കൂ ആര്യവീർ, നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുൻപ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന വഴിയിൽ ബോധം മറയുന്നതിനു മുൻപ് അച്ഛൻ എന്റെ കൈകളിൽ പിടിച്ച് ഒരൊറ്റ കാര്യം മാത്രമാണ് ആവർത്തിച്ചു പറഞ്ഞത്. ഇന്ന് നമ്മുടെ ഓഫീസിൽ ഒരു പെൺകുട്ടി ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്, അനന്യ ശർമ്മ. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അവളെ എന്റെ മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം അവസാനിക്കും. മൽഹോത്ര ഗ്രൂപ്പ് നശിച്ചുപോകും. ആര്യവീർ തറഞ്ഞു നിന്നുപോയി. അവന്റെ മുഖത്തെ ചോരയേറ്റിപ്പോയി. HR മാനേജർ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അനന്യ ശർമ്മയോ? എന്റെ അച്ഛന് ആ സാധാരണ പെൺകുട്ടിയെ എങ്ങനെ അറിയാം? ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയാൻ സമയമില്ല ആര്യവീർ. നീ അവളെ കണ്ടെത്തൂ. ഒരു കാര്യം ഞാൻ മുന്നറിയിപ്പ് നൽകാം. ആ പെൺകുട്ടിയെ നീ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ചെയ്തത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. അത്രയധികം രഹസ്യങ്ങൾ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവേക് ഫോൺ വിച്ഛേദിച്ചു. ആര്യവീറിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്ന മട്ടായി. അവന്റെ തലച്ചോറിലൂടെ മിന്നൽ പിണറുകൾ പാഞ്ഞുപോയി. താൻ നിമിഷങ്ങൾക്ക് മുൻപ് വസ്ത്രത്തിന്റെ പേരിൽ അപമാനിച്ച് റെസ്യൂമെ പോലും നോക്കാതെ പുറത്താക്കിയ അതേ പെൺകുട്ടിയെക്കുറിച്ചാണ് അച്ഛൻ മരണക്കിടക്കയിൽ കിടന്ന് സംസാരിക്കുന്നത്. സർ, എന്തുപറ്റി? ഇനി എമർജൻസി? HR മാനേജർ പരിഭ്രാന്തിയോടെ ചോദിച്ചു. ആ പെൺകുട്ടി, ആര്യവീർ ആടിയാടി പറഞ്ഞു. അനന്യ ശർമ്മയുടെ ഫയൽ എടുക്കൂ, വേഗം. HR മാനേജർ പേടിച്ചരണ്ട് അനന്യ മേശപ്പുറത്ത് വെച്ചുപോയ പ്ലാസ്റ്റിക് ഫയൽ തുറന്നു. അതിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകളും പ്രോജക്ട് പേപ്പറുകളും ഓരോന്നായി മറച്ചുനോക്കിയ HR മാനേജറുടെ കണ്ണ് തള്ളിപ്പോയി. അവൻ കൈകൾ വിറച്ചുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് ഡേറ്റ എൻട്രി നടത്തി. മൈ ഗോഡ്, സർ, HR മാനേജർ നിലവിളിക്കുന്നതുപോലെ പറഞ്ഞു. ഇത് നോക്കൂ, അനന്യ ശർമ്മ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറായിരുന്നു, വിത്ത് നാഷണൽ ഗോൾഡ് മെഡൽ. അവൾ തയ്യാറാക്കിയ ഫിനാൻഷ്യൽ മോഡലിംഗ് റിസർച്ച് പ്രോജക്റ്റിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ അവളെ മുൻപ് ഉയർന്ന പാക്കേജിൽ ക്ഷണിച്ചതാണ്. എന്നാൽ സ്വന്തം നാടായ ഡൽഹിയിൽ നിൽക്കണം എന്ന ഒറ്റ കാരണമാണ് അവൾ ഇങ്ങോട്ട് വന്നത്. ആ വിവരങ്ങൾ കേട്ട ആര്യവീർ ആകെ തകർന്നുപോയി. തന്റെ മുന്നിൽ വന്നത് ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്നും പകരം അസാധാരണ കഴിവുകളുള്ള ഒരു പ്രതിഭയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. എന്ത് യോഗ്യതയുടെ പേരിലാണോ താൻ അവളെ തള്ളിക്കളഞ്ഞത്, ആ യോഗ്യതകളുടെ കൊടുമുടിയിലായിരുന്നു അവൾ. തന്റെ അഹങ്കാരവും അന്ധതയും കാരണം താൻ എത്ര വലിയൊരു അബദ്ധമാണ് ചെയ്തതെന്ന് അവൻ മനസ്സിലാക്കാൻ തുടങ്ങി. അവളെ വിളിക്കൂ, ആര്യവീർ ഉറക്കെ ഉത്തരവിട്ടു. HR ഹെഡ് വേഗം അനന്യയുടെ നമ്പറിൽ ഡയൽ ചെയ്തു. എന്നാൽ ദി നമ്പർ യു ആർ ട്രൈങ് ടു റീച്ച് ഇസ് കറന്റ്ലി സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടിയാണ് കേട്ടത്. സർ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവളുടെ വിലാസത്തിലേക്ക് ആളെ അയക്കൂ. ഫയലിലുള്ളത് പഴയ അഡ്രസ്സാണ് സർ. അവർ അവിടെ നിന്ന് മാറിയെന്നാണ് കോളേജിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. ആര്യവീറിന്റെ ഉള്ളിൽ ആദ്യമായി ഒരു മഹാഭയം രൂപം കൊണ്ടു. അച്ഛൻ ഹോസ്പിറ്റലിൽ മരണത്തോട് പോരാടുന്നു. അച്ഛന് കാണേണ്ട പെൺകുട്ടിയെ താൻ അപമാനിച്ചു പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ അവളെ കാണാനുമില്ല. അവൻ ഒട്ടും സമയം കളയാതെ കാറിന്റെ കീയെടുത്തു. നിങ്ങൾ ടീമിലെ എല്ലാവരെയും വിളിച്ച് അവളുടെ കോളേജിലും സുഹൃത്തുക്കളുടെ അടുത്തും അന്വേഷിക്കൂ. എന്തൊക്കെ ചെയ്തായാലും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് അനന്യ ശർമ്മ വേണം.
അവൻ നിലവിളിക്കുകയായിരുന്നു. ആര്യവീർ സ്വന്തം കാറിൽ കയറി സിറ്റി സെൻട്രൽ ഹോസ്പിറ്റലിലേക്ക് വണ്ടി പായിച്ചു. ട്രാഫിക് സിഗ്നലുകളിൽ കാർ നിർത്തിയിടുമ്പോഴെല്ലാം അവൻ തന്റെ കൈയിലേക്ക് നോക്കി. വിറയ്ക്കുന്ന കൈകൾ. ഇതുവരെ ലോകത്തെ തന്റെ കാൽക്കീഴിലാക്കാൻ ശ്രമിച്ചവൻ ഇന്ന് തികച്ചും അസഹായനായി മാറിക്കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലെ കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവൻ ICU വിഭാഗത്തിലേക്ക് ഓടിക്കയറി. അവിടെ ഇടനാഴിയിൽ വിവേക് റാഥോഡും ഡോക്ടർമാരും നിൽപ്പുണ്ടായിരുന്നു. വിവേക് ചേട്ടാ, അച്ഛൻ? ആര്യവീർ ശ്വാസം നിലച്ച മട്ടിൽ ചോദിച്ചു. ചീഫ് ഡോക്ടർ പുറത്തേക്ക് വന്നു. മിസ്റ്റർ ആര്യവീർ, നിങ്ങളുടെ ഫാദറിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്. മാസിവ് ഹാർട്ട് അറ്റാക്ക് ആണ്. അദ്ദേഹത്തിന്റെ BP വളരെ അസ്ഥിരമാണ്. ബോധം തെളിയുമ്പോഴൊക്കെ അദ്ദേഹം ഒരൊറ്റ പേര് മാത്രമാണ് പറയുന്നത്, അനന്യ. ആരാണാ കുട്ടി? അവളെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് കൂടുതൽ തകരും. അത് അപകടമാണ്. ആര്യവീർ കണ്ണീരോടെ ICUവിന്റെ ഗ്ലാസ് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കി. അവിടെ അനക്കമില്ലാതെ കിടക്കുന്ന അച്ഛൻ. വയറുകളും ട്യൂബുകളും ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അവൻ പതുക്കെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടന്നു. അച്ഛന്റെ വശത്ത് ചെന്ന് നിന്നു. അച്ഛാ, അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. ദേവേന്ദ്ര മൽഹോത്ര പതുക്കെ കൺപോളകൾ തുറന്നു. മകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പ്രായമായ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിയിറങ്ങി. ആര്യവീർ, ഒച്ചയില്ലാത്ത ശബ്ദത്തിൽ അവൻ വിളിച്ചു. അനന്യ, വന്നു മോളെ. ആര്യവീരന് തല ഉയർത്താൻ കഴിഞ്ഞില്ല. അവൻ അച്ഛന്റെ കാലിൽ തൊട്ട് കരഞ്ഞുപോയി. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അവളെ തിരിച്ചയച്ചു. അവളുടെ വസ്ത്രം കണ്ട് ഞാൻ അവളെ അപമാനിച്ചു. ഇത് കേട്ടതും ദേവേന്ദ്ര മൽഹോത്രയുടെ നെഞ്ചിലെ മോണിറ്ററിലെ ബീപ് ശബ്ദങ്ങൾ വേവ്യത്തിലായി. അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി. നീ എന്താണ് ചെയ്തത് ആര്യവീർ? ദേവേന്ദ്ര മൽഹോത്ര കഷ്ടപ്പെട്ടു പറഞ്ഞു. ആരുടെ ചോരയും കണ്ണീരും കൊണ്ടാണ് നീ ഇന്ന് ഈ പണവും പദവിയും അനുഭവിക്കുന്നത് എന്ന് നിനക്കറിയില്ല. ആ രാജേഷ് ശർമ്മയുടെ മകളെയാണോ നീ അപമാനിച്ചത്? വിഡ്ഢ്, നീ നിന്റെ തന്നെ വേരുകളാണ് അറുത്തുമാറ്റിയത്. രാജേഷ് ശർമ്മയോ? ആര്യവീർ ഞെട്ടലോടെ ചോദിച്ചു. എന്റെ സുഹൃത്ത്, എന്റെ ജീവൻ രക്ഷിച്ചവൻ, ഈ കമ്പനിയുടെ യഥാർത്ഥ ശില്പി. ദേവേന്ദ്ര മൽഹോത്ര വിറയ്ക്കുന്ന കൈ ഉയർത്തി മകന്റെ മുന്നിൽ വിരൽ ചൂണ്ടി. പോയി അവളെ കണ്ടുപിടിക്കൂ ആര്യവീർ. അവളുടെ കാലുപിടിച്ചാണെങ്കിലും ഇവിടെ എത്തിക്കൂ. ഇല്ലെങ്കിൽ അച്ഛന്റെ ശവം മാത്രമായിരിക്കും നീ കാണുക. അച്ഛന്റെ ഈ അവസാന വാക്ക് കേട്ടതും ആര്യവീറിന്റെ സർദ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അവൻ ICUവിൽ നിന്ന് പുറത്തേക്കോടി. എന്താണ് ഈ അച്ഛൻ പറയുന്നത്? തങ്ങളുടെ മൽഹോത്ര ഗ്രൂപ്പിനു പിന്നിൽ മറ്റൊരു മനുഷ്യന്റെ വലിയൊരു ത്യാഗമുണ്ടോ? ആ സാധാരണ പെൺകുട്ടി അനന്യയുടെ അച്ഛനാണോ ആ മനുഷ്യൻ? ആര്യവീരന് മനസ്സിലായി, താൻ നിന്ന നിൽപ്പ് ഒരു വലിയൊരു കെട്ടുകഥയ്ക്ക് മുകളിലായിരുന്നു. അവൻ പെട്ടെന്ന് തന്റെ ഫോണെടുത്ത് HR ഹെഡിനെ വിളിച്ചു. എവിടെയാണെങ്കിലും തിരയൂ. ഏത് മണ്ണടിയിലുണ്ടെങ്കിലും എനിക്ക് അവളെ കാണണം. നഗരം മുഴുവൻ അനന്യ എന്ന ആ സാധാരണ പെൺകുട്ടിക്കായി തിരച്ചിൽ ആരംഭിക്കുമ്പോൾ വിധിയുടെ വലിയൊരു കളിക്ക് അവിടെ തുടക്കമാവുകയായിരുന്നു. ആശുപത്രി കെട്ടിടത്തിന്റെ 3-ാം നിലയിലുള്ള അത്യാഹിത വിഭാഗത്തിനു പുറത്ത് കനത്ത മൗനം തളംകെട്ടി നിന്നു. ആ ഇടനാഴിയിൽ തെളിഞ്ഞുനിന്ന നീല ലൈറ്റുകൾക്ക് പോലും വല്ലാത്തൊരു നിഷ്കരുണമായ തണുപ്പുണ്ടായിരുന്നു. കാർഡിയാക് ICUവിന്റെ വാതിലിനു മുന്നിൽ ആര്യവീർ ശ്വാസമടക്കി പിടിച്ചു നിന്നു. താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യവും അഹങ്കാരത്തോടെ തലയുയർത്തി നിന്ന സ്വന്തം ബിസിനസ് വ്യക്തിത്വവും ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്ന ഭീതിയിലായിരുന്നു അവൻ. തൊട്ടടുത്ത് നഗരത്തിലെ സെൻട്രൽ ലൈബ്രറിയിൽ നിന്നും ആര്യവീർ നേരിട്ട് ചെന്നു കൂട്ടിക്കൊണ്ടുവന്ന അനന്യ ശാന്തയായിരിപ്പുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ അപ്പോഴും ആ പഴയ പ്ലാസ്റ്റിക് ഫയൽ ഉറങ്ങിപ്പോയിരുന്നു. തന്റെ അച്ഛന്റെ യഥാർത്ഥ ഭൂതകാലത്തെക്കുറിച്ചോ താൻ അല്പം മുൻപിറങ്ങിപ്പോന്ന ആ വലിയ കമ്പനിയെക്കുറിച്ചോ കൂടുതലൊന്നും അറിയാതെ അവൾ വാതിലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ICUവിന്റെ ഡിജിറ്റൽ വാതിൽ പതുക്കെ തുറന്നു. ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മേത്ത പുറത്തേക്ക് വന്നു. ഡോക്ടർ, അച്ഛൻ! ആര്യവീർ ആവേശത്തോടെ മുന്നോട്ടു പാഞ്ഞു. അദ്ദേഹത്തിന്റെ പൾസ് നിരക്ക് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്, ഡോക്ടർ പതുക്കെ പറഞ്ഞു. പക്ഷേ വൈകാരികമായ സമ്മർദ്ദം ഇനിയും താങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം അനന്യ എന്ന പെൺകുട്ടിയെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്നോർക്കുക, 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കില്ല. അനന്യ എഴുന്നേറ്റു. അവൾ ഒന്നും മടിച്ചു നിന്നെങ്കിലും ഡോക്ടർ നൽകിയ ധൈര്യത്തിൽ മുറിക്കുള്ളിലേക്ക് കടന്നു. അവളുടെ പിന്നാലെ തല താഴ്ത്തിക്കൊണ്ട് ആര്യവീറും കുടുംബത്തിന്റെ പഴയ ലീഗൽ അഡ്വൈസർ വിവേക് റാഥോഡും അകത്തേക്ക് കയറി. മുറിയിൽ പലതരം മെഡിക്കൽ മോണിറ്ററുകളുടെ പീപ് ശബ്ദം കൃത്യമായ ഇടവേളകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മൂക്കിൽ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ച നിലയിൽ കിടക്കുന്ന ദേവേന്ദ്ര മൽഹോത്ര തന്റെ തളർന്ന കണ്ണുകൾ മെല്ലെ തുറന്നു. വാതിൽക്കൽ നിൽക്കുന്ന അനന്യയെ കണ്ടതും അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നേർത്തൊരു വിറയലുണ്ടായി. അദ്ദേഹം തന്റെ കൈ പതുക്കെ ഉയർത്തി അവളോട് അടുത്തു വരാൻ ആംഗ്യം കാണിച്ചു. അനന്യ കട്ടിലിന് തൊട്ടടുത്ത് ചെന്നു നിന്നു. സർ, എനിക്ക് സുഖമില്ലെന്ന് കേട്ടു. എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. വളരെ വിനയത്തോടെ അവൾ ചോദിച്ചു. ദേവേന്ദ്ര മൽഹോത്ര അവളുടെ കൈയിലെ വിറയ്ക്കുന്ന വിരലുകളിൽ പതുക്കെ തൊട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. മോളെ, നിന്റെ പേര് അനന്യ ശർമ്മ എന്നല്ലേ? നിന്റെ അച്ഛൻ രാജേഷ് ശർമ്മ
അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ തന്നെയുണ്ടോ? അനന്യ അത്ഭുതത്തോടെ തലയാട്ടി. അതെ സർ, അച്ഛൻ വീട്ടിലുണ്ട്. പക്ഷെ 2 വർഷമായി അച്ഛന് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. ഇത് കേട്ടതും ദേവേന്ദ്ര മൽഹോത്ര നെഞ്ചിൽ കൈവച്ചൊരു ദീർഘനിശ്വാസം വിട്ടു. എന്റെ ദൈവമേ, ഞാൻ എത്ര വലിയ പാപിയാണ്! അവന്റെ അവസ്ഥ ഇത്രത്തോളം മോശമായിട്ടും ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. അദ്ദേഹം തന്റെ തല അല്പം തിരിച്ച് ആര്യവീറിനെയും വിവേകിനെയും നോക്കി. ആര്യവീർ, ഇവിടെ അടുത്തു വരൂ. ആര്യവീർ വിറയ്ക്കുന്ന കാലുകളോടെ അച്ഛന്റെ കിടക്കയരികിൽ നീങ്ങി നിന്നു. അവന്റെ അഹങ്കാരം നിറഞ്ഞ കണ്ണുകളിപ്പോൾ കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരുന്നു. മകനെ, ദേവേന്ദ്ര മൽഹോത്ര ഇടറിയ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. 25 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നാണ് ഈ മൽഹോത്ര ഗ്രൂപ്പ് എന്ന സ്ഥാപനം ജനിക്കുന്നത്. അന്ന് എന്റെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ അച്ഛൻ രാജേഷ് ശർമ്മയാണ്. അവൻ വെറും ഒരു ജീവനക്കാരനായിരുന്നില്ല, എന്റെ തുല്യ പങ്കാളിയായിരുന്നു. കമ്പനിയുടെ ആദ്യത്തെ 10% വളർച്ചയ്ക്ക് പിന്നിലും അവന്റെ രാപകലില്ലാത്ത അധ്വാനമായിരുന്നു. അനന്യ തികച്ചും അമ്പരന്നുപോയി. അവളുടെ അച്ഛൻ രാജേഷ് ശർമ്മ ഒരിക്കലും താനൊരു വലിയ കമ്പനിയുടെ സ്ഥാപകനിലൊരാളായിരുന്നു എന്ന് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം എന്നും ഒരു സാധാരണ ഫാക്ടറി ജീവനക്കാരന്റെ ലാളിത്യത്തോടെ മാത്രമാണ് സംസാരിച്ചിരുന്നത്. ദേവേന്ദ്ര മൽഹോത്ര തുടർന്നു. ഞങ്ങളുടെ ബിസിനസ് പച്ചപിടിച്ചു വന്ന സമയത്താണ് ആ കറുത്ത ദിനമുണ്ടായത്. ഞങ്ങളുടെ പ്രധാന കെട്ടിടത്തിന്റെ കെമിക്കൽ ഗോഡൌണിൽ അപ്രതീക്ഷിതമായി വൻ തീപിടുത്തമുണ്ടായി. തീയും പുകയും കെട്ടിടത്തെ വിഴുങ്ങിയപ്പോൾ ഉള്ളിൽ പെട്ടുപോയ എന്നെ ഉപേക്ഷിച്ച് അവിടെയുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. എന്നാൽ രാജേഷ് മാത്രം ഓടിപ്പോയില്ല. സ്വന്തം ജീവൻ പണയം വെച്ച് അവൻ ആ ആളിക്കത്തുന്ന തീക്കുള്ളിലേക്ക് ചാടി വീണു. ബോധം കെട്ടുകിടന്ന എന്നെ അവൻ തന്റെ ചുമലിലേറ്റിയാണ് പുറത്തെത്തിച്ചത്. ദേവേന്ദ്രന്റെ ശബ്ദം പൂർണ്ണമായി മടഞ്ഞുപോയി. പക്ഷെ ആ അപകടം അവന്റെ ജീവിതം മാറ്റിമറിച്ചു. കഠിനമായ വിശപ്പുക ശ്വസിച്ചത് കാരണം അവന്റെ ശ്വാസകോശത്തിന് കടുത്ത കേടുപാടുകൾ പറ്റി. മാസങ്ങളോളം അവൻ ആശുപത്രി കിടക്കയിലായിരുന്നു. ചികിത്സ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അവന്റെ ആരോഗ്യം പാടെ തകർന്നുപോയിരുന്നു. എന്നിട്ട് എന്താണ് അച്ഛാ സംഭവിച്ചത്? ആര്യവീർ ചോദിച്ചു. കമ്പനി വളർന്നു വലിയൊരു കോർപ്പറേഷനായി മാറിയപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലെ ചില സ്വാർത്ഥരായ ഉദ്യോഗസ്ഥരും ലീഗൽ ടീമിലെ ചിലരും ചേർന്ന് അന്തരീക്ഷം വഷളാക്കി. രാജേഷ് തികച്ചും ആത്മാഭിമാനമുള്ള മനുഷ്യനായിരുന്നു. കമ്പനിയിലെ ആഡംബരങ്ങൾക്കും കള്ളിക്കളികൾക്കും നിൽക്കാൻ അവൻ തയ്യാറായില്ല. തന്റെ ഓഹരികളെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ നിൽക്കാതെ എനിക്കൊരു ഭാരമാകരുത് എന്ന് കരുതി താനേ പിന്മാറി. ഒരു വലിയ തുക ഞാൻ അവന് നൽകാൻ ശ്രമിച്ചെങ്കിലും തന്റെ അധ്വാനത്തിനുള്ളത് കിട്ടിയാൽ മതി, ആരുടെയും സൗജന്യം വേണ്ട എന്ന് പറഞ്ഞ് അവൻ അത് നിരസിച്ചു. പിന്നീട് സാമ്പത്തികമായി അവൻ തകർന്നുപോയി. അതറിഞ്ഞ് ഞാൻ അയച്ച സഹായങ്ങളെല്ലാം ഞങ്ങളുടെ കമ്പനിയിലെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ രാകേഷ് സൂദ് സ്വാഹ ചെയ്യുകയായിരുന്നു. രാജേഷ് സഹായം നിരസിച്ചു എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവൻ ആ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. അച്ഛന്റെ അപകടത്തിനു ശേഷം അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ഇത്രയും കാലം ഞാൻ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. അനന്യയുടെ കണ്ണിൽ നിന്ന് നിയന്ത്രണമില്ലാതെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. തന്റെ അച്ഛന്റെ സഹനത്തിന്റെയും തളരാത്ത സ്വാഭിമാനത്തിന്റെയും കഥ അവൾക്ക് മുന്നിൽ ഒരു അത്ഭുതം പോലെ തുറക്കപ്പെടുകയായിരുന്നു. തങ്ങൾ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുമ്പോഴും എന്തുകൊണ്ട് അച്ഛൻ മൽഹോത്ര ഗ്രൂപ്പിന്റെ പേര് തങ്ങളോട് പറഞ്ഞില്ല എന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി. അച്ഛൻ തന്റെ സ്വാഭിമാനം വെച്ചു പുലർത്തുകയായിരുന്നു. ആര്യവീറിന് നിലത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ 2 കൈകളും കൊണ്ട് മുഖം പൊത്തി. രാവിലെ താൻ ഓഫീസിൽ വെച്ച് അപമാനിച്ച പെൺകുട്ടിയുടെ അച്ഛനാണ് തന്റെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിച്ചതും തന്റെ കുടുംബത്തിന് ഇന്ന് കാണുന്ന ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കാൻ അടിത്തറയിട്ടതുമെന്ന്. അനന്യ, ആര്യവീർ കഠിനമായ സങ്കടത്തോടെ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എനിക്ക് മാപ്പ് തരാൻ നിനക്ക് കഴിയില്ലെന്നെനിക്കറിയാം. എന്റെ പണവും അഹങ്കാരവും എന്റെ കണ്ണുകളെ അന്ധമാക്കിയിരുന്നു. കേവലം വസ്ത്രത്തിന്റെ പഴക്കം നോക്കി ഞാൻ നിന്നെ അപമാനിച്ചു. നിന്റെ ഫയലിലെ സർട്ടിഫിക്കറ്റുകൾ നോക്കാനുള്ള മാന്യത പോലും ഞാൻ കാണിച്ചില്ല. എനിക്ക് മാപ്പ് തരൂ. കമ്പനിയുടെ സർവാധിപതിയായ സിഇഒ തനിക്ക് മുന്നിൽ മുട്ടുകുത്തി മാപ്പ് ചോദിക്കുന്നത് അനന്യ അത്ഭുതത്തോടെ കണ്ടു. എങ്കിലും അവൾ ശാന്തത പാലിച്ചു. എഴുന്നേൽക്കൂ സർ, അനന്യ പതുക്കെ പറഞ്ഞു. അഹങ്കാരമെന്നത് ഒരു മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും വലിയ രോഗമാണ്. അത് താങ്കളെ ബാധിച്ചിരുന്നു. പക്ഷേ താങ്കൾ നിങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞു എന്നതിൽ സന്തോഷം. എന്റെ അച്ഛൻ എപ്പോഴും പറയും, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം, എന്നാൽ അത് മനസ്സിലാക്കി തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്ന്. ഇതേസമയം ആശുപത്രിയുടെ 1-ാം നിലയിലെ VIP കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് ഒരാൾ രഹസ്യമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. മൽഹോത്ര ഗ്രൂപ്പിന്റെ CFO രാകേഷ് സൂദ്. അവന്റെ മുഖത്ത് കടുത്ത ഭയവും വില്ലത്തരവും നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സർ, കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു, രാകേഷ് ഫോണിൽ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു.
ദേവേന്ദ്ര മൽഹോത്ര ജീവനോടെ ഇരിക്കുന്നു. അവൻ ആ പെൺകുട്ടി അനന്യയെ കണ്ടുമുട്ടിക്കഴിഞ്ഞു. പഴയ തട്ടിപ്പുകളെല്ലാം പുറത്തുവരാൻ പോകുകയാണ്. കഴിഞ്ഞ 10 വർഷമായി രാജേഷ് ശർമ്മയുടെ പേരിൽ കമ്പനിയിൽ നിന്ന് ഞാൻ വ്യാജമായി മാറ്റിയെടുത്ത കോടികളുടെ കണക്കുകൾ പോലീസ് കണ്ടെത്തിയാൽ ഞാൻ ജയിലിലാവും. മറുതലയിൽ നിന്ന് കണിശമായൊരു ശബ്ദം കേട്ടു. രാകേഷ്, ആ പഴയ രേഖകളും വൗച്ചറുകളും എവിടെയാണിരിക്കുന്നത്? അതെല്ലാം കമ്പനിയുടെ സെൻട്രൽ ആർക്കൈവ്സ് മുറിയിലാണിരിക്കുന്നത് സർ. രാകേഷ് വിയർപ്പൊപ്പിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ ആ ഫയലുകൾ തീയിട്ട് നശിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ 2 പേരും അകത്താവും. ഉടൻ തന്നെ അത് ചെയ്യൂ. ആ രേഖകൾ തെളിവായി പുറത്തു വരാൻ പാടില്ല. കോൾ വിച്ഛേദിക്കപ്പെട്ടു. രാകേഷ് സൂദ് ഫോൺ വാളറ്റിൽ വെച്ച് ആശുപത്രിയുടെ പടികൾ ദ്രുതഗതിയിൽ ഇറങ്ങിപ്പോയി. എന്നാൽ ഇയാൾ സംസാരിക്കുന്നത് ആരും കണ്ടില്ലെന്ന് ഇയാൾ കരുതിയെങ്കിലും ഇടനാഴിയുടെ മൂലയിൽ നിന്നിരുന്ന വിവേക് റാഥോഡിന്റെ ശ്രദ്ധയിൽ രാകേഷിന്റെ പരിഭ്രാന്തിപ്പെട്ടിരുന്നു. കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ വില്ലന്മാർ പദ്ധതിയിടുമ്പോൾ നീതിയുടെ പോരാട്ടത്തിൽ അനന്യയും കുടുംബവും പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയായിരുന്നു. സെൻട്രൽ സിറ്റിയിലെ തിരക്കേറിയ തെരുവുകളിൽ അപ്പോഴും മഴയുടെ അകമ്പടിയോടെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ നിന്ന് നേരെ മൽഹോത്ര ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കാർ പായിക്കുമ്പോൾ ആര്യവീറിന്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റുപോലെ കലങ്ങിമറിഞ്ഞിരുന്നു. കൂടെ മുൻസീറ്റിൽ കുടുംബത്തിന്റെ ലീഗൽ അഡ്വൈസർ വിവേക് റാഥോഡും പിൻസീറ്റിൽ വിറയ്ക്കുന്ന ഹൃദയത്തോടെ അനന്യയും ഇരിപ്പുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തിന്മേൽ വീണ അഹങ്കാരത്തിന്റെ കറുത്ത നിഴൽ മായ്ച്ചു കളയാനും കഴിഞ്ഞകാലത്തെ അനീതിക്ക് പരിഹാരം കാണാനുമുള്ള അവസാന പോരാട്ടമായിരുന്നു അത്. ആര്യവീർ, കാർ ഓടിക്കുന്നതിനിടയിൽ വിവേക് ഗൗരവത്തോടെ പറഞ്ഞു. ആശുപത്രിയിൽ വെച്ച് ഞാൻ CFO രാകേഷ് സൂദിന്റെ കോൾ കേട്ടിരുന്നു. അവൻ കമ്പനിയിലെ പഴയ സെൻട്രൽ ആർക്കൈവ്സ് മുറി ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. നിന്റെ അച്ഛന്റെയും രാജേഷ് ശർമ്മയുടെയും ഒപ്പുകൾ വ്യാജമായുണ്ടാക്കി 10 വർഷമായി അവൻ തട്ടിയെടുത്ത കോടികളുടെ കണക്കുകൾ അടങ്ങിയ രേഖകൾ ആ മുറിയിലുണ്ട്. ഇന്ന് രാത്രി അത് കത്തിച്ചുകളയാൻ അവൻ പദ്ധതിയിടുന്നു. ഇത് കേട്ടതും ആര്യവീറിന്റെ കൈകൾ സ്റ്റിയറിംഗ് വീലിൽ മുറുകി. അവന്റെ കണ്ണുകളിൽ ക്രോധം ജ്വലിച്ചു. ഇത്രയും കാലം എന്റെ കുടുംബത്തെയും കമ്പനിയെയും ചതിച്ച ആ വഞ്ചകനെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല വിവേക് ചേട്ടാ. അനന്യ മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. കേവലം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് താൻ അപമാനിതയായി ഇറങ്ങിപ്പോയ അതേ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ അനീതിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താൻ തിരിച്ചെത്തേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മൽഹോത്ര ഗ്രൂപ്പ് ആസ്ഥാനത്തിന്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ കാർ ഇരച്ചെത്തി. 50 നിലകളുള്ള ആ വലിയ ആകാശചുംബിയായ കെട്ടിടം രാത്രിയിലെ ഇരുട്ടിൽ ഒരു ഭീമനെ പോലെ നിലകൊണ്ടു. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ പോലും ഡ്യൂട്ടി കഴിഞ്ഞു പോയിരുന്നു. കെട്ടിടത്തിന്റെ 3ാം നിലയിലെ പഴയ പേപ്പർ ആർക്കൈവ്സ് വിഭാഗം ശാന്തമായിരുന്നു. ആര്യവീറും വിവേകും അനന്യയും പതുക്കെ ലിഫ്റ്റ് വഴി 3ാം നിലയിലെത്തി. ആ നിലയിലെ ലൈറ്റുകൾ ഭൂരിഭാഗവും അണച്ചിട്ടിരിക്കുകയായിരുന്നു. ഇടനാഴിയുടെ അറ്റത്തുള്ള ആർക്കൈവ്സ് റൂമിന്റെ വാതിൽ പകുതി തുറന്നുകിടക്കുന്നത് അവർ കണ്ടു. അകത്തുനിന്ന് ഏതോ പേപ്പറുകൾ വലിച്ചുകീറുന്ന ശബ്ദവും ഡിജിറ്റൽ ലോക്കറിന്റെ ബീപ് ശബ്ദവും കേൾക്കാമായിരുന്നു. ആര്യവീർ വാതിൽ ശക്തിയായി തള്ളി അകത്തേക്ക് കയറി. അകത്ത് വലിയ അയൺ സേഫുകളിൽ നിന്ന് പഴയ അക്കൗണ്ട് ബുക്കുകളും ഫയലുകളും വാരിയെടുത്ത് ഒരു വലിയ ബാഗിലാക്കുകയായിരുന്നു CFO രാകേഷ് സൂദ്. അവന്റെ കൂടെ ഇരുട്ടിൽ മുഖം മറച്ച് 2 ഗുണ്ടകളുമുണ്ടായിരുന്നു. രാകേഷ് സൂദ്, ആര്യവീറിന്റെ ശബ്ദം ആ വിശാലമായ മുറിയിൽ മുഴങ്ങി. രാകേഷ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവന്റെ കയ്യിലിരുന്ന ഫയലുകൾ താഴെ വീണു. ആര്യവീർ, നീ ഈ സമയത്ത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിന്റെ മാസ് കഴിഞ്ഞു വീണിരിക്കുന്നു രാകേഷ്. ആര്യവീർ മുന്നോട്ട് നടന്നു. എന്റെ അച്ഛൻ കിടപ്പിലായപ്പോൾ കമ്പനിയെയും എന്നെയും വഴിതെറ്റിച്ച് യഥാർത്ഥ അവകാശികളായ രാജേഷ് ശർമ്മയുടെ കുടുംബത്തെ തെരുവാധാരമാക്കിയത് നീയല്ലേ? എന്റെ അച്ഛൻ അടിയന്തരമായി കൊടുത്തുവിട്ട പണം മുഴുവൻ നിന്റെ ബെനാമി അക്കൗണ്ടിലേക്ക് മാറ്റിയത് നീയല്ലേ? രാകേഷിന്റെ മുഖത്തെ ഭയം പെട്ടെന്നൊരു ദുഷ്ടചിരിയായി മാറി. അവൻ കയ്യിലെ ഫയലുകൾ മുറുകെ പിടിച്ച് പിന്നിലേക്ക് മാറി. അതേടാ, ഞാൻ തന്നെയാണത് ചെയ്തത്. പഴയ കഥകൾ ഇറന്നുപിടിക്കാൻ നീ വല്ലാതെ വൈകിപ്പോയി ആര്യവീർ. നിന്റെ അച്ഛൻ ഒരു മരം മണ്ടനായിരുന്നു. പണവും സാമ്രാജ്യവും മുന്നിലുണ്ടായിട്ടും ഒരു ശവം പോലെ ധർമ്മവും പറഞ്ഞ് ജീവിച്ചു. നിന്നെ ഞാൻ അഹങ്കാരിയാക്കി മാറ്റി നിന്റെ ശ്രദ്ധ മുഴുവൻ മോഡേൺ ബിസിനസ്സിലേക്ക് തിരിച്ചുവിട്ടാണ് ഞാനിവിടെ കോടികൾ വെട്ടിച്ചത്. രാകേഷ് തന്റെ കോട്ടിനുള്ളിൽ നിന്ന് ഒരു ലൈറ്റർ പുറത്തെടുത്തു. ഈ ആർക്കൈവ്സിലിരിക്കുന്ന ഫയലുകൾ കൂടി ഇല്ലാതായാൽ പിന്നെ എന്നെ തൊടാൻ ഈ ലോകത്ത് ഒരു നിയമത്തിനും കഴിയില്ല. അവൻ ലൈറ്റർ കത്തിക്കാൻ തുടങ്ങി. അത് നടക്കില്ല. അനന്യ പെട്ടെന്ന് മുന്നോട്ട് വന്നു. രാകേഷ് അനന്യയെ നോക്കി പരിഹസിച്ചു. ആഹാ, ഇതാണോ ആ രാജേഷ് ശർമ്മയുടെ മകൾ? രാവിലെ എന്റെ മുറിയിൽ നിന്നിറങ്ങിപ്പോയ അതേ പാവം പെൺകുട്ടി. നിന്നെപ്പോലൊരു നിസ്സാരക്കാരിയാണോ എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത്? ഗുണ്ടകളോട് ആര്യവീറിനെയും വിവേകിനെയും തടയാൻ ആംഗ്യം കാണിച്ച് രാകേഷ് ഫയലുകൾക്ക് തീയിടാനായി ലൈറ്റർ പേപ്പറുകളിലേക്ക് നീട്ടി.
എന്നാൽ ആ നിമിഷം ആര്യവീർ ഒരു പുലിയെപ്പോലെ പാഞ്ഞെടുത്ത് രാകേഷിന്റെ കൈക്ക് ആഞ്ഞടിച്ചു. ലൈറ്റർ ദൂരേക്ക് വീണു. അടുത്ത നിമിഷം വലിയൊരു സംഘട്ടനമാണ് അവിടെ നടന്നത്. രാകേഷിന്റെ ആൾക്കാർ ആര്യവീറിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും വിവേക് റാഥോഡ് അവരെ തടഞ്ഞു. ആര്യവീർ രാകേഷിന്റെ കോളറിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. ഇത്രയും കാലം എന്റെ കണ്ണിൽ പൊടിയിട്ട് നീ നടത്തിയ കള്ളിക്കളികൾക്കുള്ള അവസാന ദിവസമാണിന്ന്. അവൻ രാകേഷിന്റെ മുഖത്ത് ശക്തിയായി അടിച്ചു. ഇതേസമയം അനന്യ താഴെ വീണുകിടന്ന ഫയലുകളിൽ നിന്ന് തന്റെ അച്ഛൻ രാജേഷ് ശർമ്മയുടെ ഒപ്പുള്ള ആ യഥാർത്ഥ ഓഹരി ഉടമ്പടി രേഖയും വ്യാജമായി നിർമ്മിച്ച അക്കൗണ്ട് വൗച്ചറുകളും കൈക്കലാക്കി. സർ, ഫയലുകൾ എന്റെ കയ്യിലുണ്ട്, അനന്യ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും വിവേക് വിളിച്ചറിയിച്ചതനുസരിച്ച് സിറ്റി പോലീസിന്റെ ആംബുലൻസും സൈറൻ മുഴക്കിക്കൊണ്ട് കെട്ടിടത്തിന് മുന്നിലെത്തി. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുറിയിലേക്ക് ഇറച്ചുകയറി. ഹാൻഡ്സ് അപ്പ്! പോലീസ് ഓഫീസർ റിവോൾവർ രാകേഷിന് നേരെ ചൂണ്ടി. രാകേഷ് സൂദിന് ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായി. പോലീസ് അവനെയും കൂട്ടാളികളെയും വിലങ്ങിവെച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. പോകുന്നതിനു മുൻപ് ആര്യവീർ അവന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, നിന്നെപ്പോലെയുള്ള ചതിക്കുന്ന മനുഷ്യർക്ക് ഇരിക്കാനുള്ള സ്ഥലം ജയിൽ മാത്രമാണ്. പോലീസ് പോയതിനുശേഷം ആ മുറിയിൽ കനത്ത ശാന്തത തഴുകിയെത്തി. ആര്യവീർ അനന്യയുടെ മുന്നിൽ ചെന്നു നിന്നു. അവൻ തികഞ്ഞ ബഹുമാനത്തോടെ തലകുനിച്ചു. അനന്യ, ഇതാ ഈ ഫയലുകൾ. ഇതിൽ നിന്റെ അച്ഛന്റെ ചോരയും നീരുമുണ്ട്. മൽഹോത്ര ഗ്രൂപ്പിന്റെ 40% ഓഹരികളുടെ യഥാർത്ഥ അവകാശി നിന്റെ അച്ഛനാണ്. നാളെ നേരം പുലരുമ്പോൾ ഇതിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാകും. അനന്യ ആ രേഖകൾ നെഞ്ചോട് ചേർപ്പ് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണുനീരൊഴുകി. എനിക്ക് പണമോ ഈ വലിയ ഓഹരികളോ അല്ല പ്രധാനം സർ. എന്റെ അച്ഛന്റെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെട്ടു. അദ്ദേഹം കളങ്കമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞു. അതുമാത്രമാണ് എനിക്ക് വേണ്ടിയിരുന്നത്. എന്നെ സർ എന്ന് വിളിക്കരുത് അനന്യ. ആര്യവീരന്റെ ശബ്ദം ഇടറി. രാവിലെ ഞാൻ നിന്നെ നോക്കി പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഞാൻ ഇപ്പോഴും ലജ്ജിക്കുന്നു. വസ്ത്രത്തിന്റെ വിലയല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലെ സത്യസന്ധതയും കഴിവുമാണ് അവന്റെ യഥാർത്ഥ പ്രഭ എന്ന് നീ എന്നെ പഠിപ്പിച്ചു. ഇന്നു മുതൽ മൽഹോത്ര ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിംഗിലെ ഡയറക്ടർമാരിലൊരാളായി നീ ഉണ്ടാകണം. അത് എന്റെ അച്ഛന്റെയും എന്റെയും അപേക്ഷയാണ്. അനന്യ പുഞ്ചിരിച്ചു. തീർച്ചയായും. പക്ഷെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു സൗജന്യത്തിന്റെ പേരിലല്ല. എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനും എന്റെ കഴിവ് തെളിയിക്കാനും മാത്രമായിരിക്കും. 2 ദിവസങ്ങൾക്ക് ശേഷം സിറ്റി സെൻട്രൽ ഹോസ്പിറ്റലിലെ VIP റൂമിൽ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നു. ദേവേന്ദ്ര മൽഹോത്ര രോഗമുക്തനായി കട്ടിലിൽ നിവർന്നിരിക്കുന്നു. അദ്ദേഹത്തിനരികെ വീൽചെയറിലിരിക്കുന്ന രാജേഷ് ശർമ്മയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ പഴയ സുഹൃത്തുക്കൾ പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് കരയുകയും ചിരിക്കുകയും ചെയ്തു. അവർക്ക് മുന്നിൽ ആര്യവീറും അനന്യയും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. കമ്പനിയുടെ പുതിയ ബോർഡ് മീറ്റിംഗിൽ വെച്ച് ആര്യവീർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, മൽഹോത്ര ആൻഡ് ശർമ്മ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. പഴയ ആ അഹങ്കാരിയായ ആര്യവീർ മൽഹോത്ര എന്ന യുവാവ് ഇന്ന് തികച്ചും വിനയാൻവിതനായ ഒരു നല്ല മനുഷ്യനായി മാറിയിരുന്നു. അനന്യ തന്റെ കഠിനാധ്വാനവും ആത്മാഭിമാനവും കൊണ്ട് ആ വലിയ കോർപ്പറേറ്റ് സാമ്രാജ്യത്തിന്റെ അമരത്തേക്ക് തലയുയർത്തിപ്പിടിച്ചു നടന്നു കയറി. വിധിയുടെ വഴിയിൽ അഹങ്കാരം തളരുകയും സത്യവും സ്വാഭിമാനവും വിജയം നേടുകയും ചെയ്തപ്പോൾ ഒരു വലിയ ധർമ്മയുദ്ധത്തിന് അവിടെ ശുഭകരമായ സമാപനമായി.